ഞാനുമായി റിലേറ്റ് ചെയ്ത കുറച്ചൊരു 4-5 വർഷത്തിൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി, അല്ലാത്തവർക്ക് ഇപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്ത് പോകാം. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്തപ്പം, കുറേ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്തപ്പം ഞാനും അവനും തമ്മിൽ ഉണ്ടായ ഒരു സംഭാഷണത്തിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാൻ ട്രേഡിങ് തുടങ്ങി, അത് കഴിഞ്ഞിട്ടാണ് ഇവനൊക്കെ ട്രേഡിങ് തുടങ്ങുന്നത്. ഏകദേശം 2-3 മാസത്തിൻ്റെ വ്യത്യാസത്തിൽ ഞങ്ങൾ ട്രേഡിങ് തുടങ്ങുന്നത്. അന്ന് മുതൽ ഇവൻ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടപ്പോൾ ഇവനെന്നോട് പറയുന്നത് ഇവനിപ്പോൾ ICT കോൺസെപ്റ്റ് പഠിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ആക്ഷൻ പഠിച്ചു, ഇൻഡിക്കേറ്റർ പഠിച്ചു, SMC പഠിച്ചു, ICT പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഏകദേശം ഒരു 5-6 വർഷമായിട്ട്. പക്ഷേ ഇവനിപ്പോഴും പ്രോഫിറ്റബിൾ ആയിട്ടില്ല, ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുക. ഇതിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അതേ സെൻസിൽ എടുക്കണം കേട്ടോ. നിങ്ങൾ ആദ്യമേ ട്രേഡിംഗ് എന്ന് പറയുന്നത് എന്ത് വലിയ സംഭവമാണ് എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷേ ശരിയാണ്. ഇതിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഏറ്റവും പാട് എന്ന് നിങ്ങൾ വിചാരിക്കുന്നത് ട്രേഡിങ് പഠിക്കാനാണ്. ശരിക്കും ഏറ്റവും പാടായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പ്രോഫിറ്റബിൾ ലെവൽ മേക്ക് ചെയ്യുക എന്ന് പറയുന്നില്ലേ, അത് ഏറ്റവും പാടായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമുക്കൊരു മിസ്റ്റേക്ക് വരാൻ പറ്റത്തില്ല. മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളുണ്ടാക്കിയ പ്രോഫിറ്റ് മൊത്തം പോകും. നിങ്ങളത് മനസ്സിലാക്കണം. നിങ്ങൾ ട്രേഡിങ് പഠിക്കുന്ന ഒരു സമയത്താണ് നിങ്ങൾക്ക് കുഴപ്പമില്ല. ഇത്രയും കുറച്ച് നാളത്തെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമേ കാണുള്ളൂ. പക്ഷേ എന്നെ സംബന്ധിച്ചൊക്കെ പറയുമ്പോൾ ഞാൻ 4-5 വർഷം ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്നൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കൊരു മിസ്റ്റേക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റത്തില്ല. കാരണം എനിക്ക് ഈ ഒരു ലെവൽ കീപ്പ് ചെയ്ത് പോയേ പറ്റുള്ളൂ. ഓരോ ആളുകളും ഓരോ രീതിയിലാണ്, അവരുടെ കാഴ്ചപ്പാട് വേറെ രീതിയിലായിരിക്കും. ഇപ്പം ഷാരിഖ് ഷംസുദ്ദീന് മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുന്ന പുള്ളിയുടെ രീതികളായിരിക്കത്തില്ല ഷിജുമോൻ ആൻറ്റിയുടെ, അത് മാത്രമായിരിക്കത്തില്ല സുനിൽ മത്തയുടെ, അതായിരിക്കത്തില്ല മറ്റേ ശ്രീകുമാർ ടോക്സ് ഇൻസ്റ്റയിൽ വീഡിയോ ചെയ്യുന്നത്. അങ്ങനെ ഓരോ ആളുകളുടെ രീതികൾ വ്യത്യാസപ്പെടും. ട്രേഡ് ചെയ്യുന്ന രീതി അവർ ജീവിച്ചു വന്ന സാഹചര്യങ്ങളുമായിട്ട് അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്തായിരിക്കും ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ ഒരു ലൈഫുമായിട്ട് ട്രേഡിങ്ങിനെ കണക്ട് ചെയ്യുമ്പോഴാണ് എനിക്കിത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലാതെ മറ്റേ ലക്ഷറി ലൈഫും പരിപാടിയൊന്നുമല്ല. അങ്ങനല്ല, അതല്ല ട്രേഡിംഗ് എന്ന് പറയുന്നത്. ലക്ഷറി ലൈഫൊക്കെ വരും, പക്ഷേ അതൊക്കെ നിങ്ങളുടെ ആഗ്രഹങ്ങളാണ്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ ട്രേഡിങ്ങിൽ സക്സസ് ആകുന്നത്. ഞാനിപ്പോൾ പറഞ്ഞ ഫ്രണ്ടിൻ്റെ കാര്യം, അവനിപ്പോഴും പഠിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക. ട്രേഡിങ്ങിൽ അറിയേണ്ട 2-3 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാം. 1, ക്യാൻഡിൽ റീഡ് ചെയ്യാൻ പഠിക്കുക. 2, ട്രെൻഡ് അനലൈസ് ചെയ്യാൻ പഠിക്കുക. 3, സപ്ലൈ ഡിമാൻഡ്. ഒരു വസ്തുവിൻ്റെ XOR-Y, ഒരു വസ്തുവിൻ്റെ വില നിർണ്ണയിക്കുന്ന ഘടകമെന്ന് പറയുന്നത് സപ്ലൈ ഡിമാൻഡാണ്. സപ്ലൈ കൂടുമ്പോൾ വില കുറയും, ഡിമാൻഡ് കൂടുമ്പോൾ വില കൂടും. ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതിൽ ബേസ് ചെയ്ത് മാത്രം നിങ്ങൾ ചാർട്ട് അനലൈസ് ചെയ്യാനായിട്ട് പ്രാക്ടീസ് ചെയ്യുക. സിമ്പിളായിട്ട് സപ്പോർട്ട് ചെയ്യുമ്പോൾ ബൈ ചെയ്യുക, റെസിസ്റ്റ് ചെയ്യുമ്പോൾ സെല്ല് ചെയ്യുക. ആ ഒരു കോൺസെപ്റ്റ് മതി നമുക്ക് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് കിട്ടാനായിട്ട്. അത് കഴിഞ്ഞാൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ടത് നിങ്ങളുടെ സൈക്കോളജിയാണ്. സൈക്കോളജി എന്ന് പറയുന്നത് ഇത് വളരെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയ ഒരു സബ്ജക്റ്റാണ്. ഞാനത് എനിക്കറിയാവുന്ന പോലെ സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞു തരാനായിട്ട് ഞാൻ ശ്രമിക്കാം. നിങ്ങളുടെ ചിന്തകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. മാർക്കറ്റിനെ പറ്റി നിങ്ങൾ എന്തൊക്കെയാണ് ചിന്തിച്ച് വെച്ചിരിക്കുന്നത്? മാർക്കറ്റിൽ മൊത്തം ഫ്രോഡുകളാണോ? സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് നിങ്ങളുടെ ചിന്തകളെങ്കിൽ അത് മാറ്റിയാൽ മാത്രമേ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പൈസ ഉണ്ടാക്കുള്ളൂ. കാരണം മാർക്കറ്റിൽ ഫ്രോഡുകളാണ്, മാർക്കറ്റിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ള ചിന്തയാണ് നിങ്ങളുടെ ഉള്ളിലെങ്കിൽ നിങ്ങൾക്കൊരിക്കലും മാർക്കറ്റിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് എത്ര രൂപയാണോ വേണ്ടത് നിങ്ങളിപ്പോൾ തന്നെ എഴുതി വെച്ചു. നിങ്ങൾക്ക് എത്ര രൂപയാണ് വേണ്ടത് മാർക്കറ്റിൽ നിന്ന്, ആ എമൗണ്ട് സ്റ്റോക്ക് മാർക്കറ്റിലുണ്ട്. നിങ്ങൾക്ക് 1 കോടിയാണോ, 10 കോടിയാണോ, 100 കോടിയാണോ, 1000 കോടിയാണോ, ആ പൈസ മാർക്കറ്റിലുണ്ട്. അത് എങ്ങനെ നിങ്ങളുടെ പോക്കറ്റിലേക്ക് എത്തിക്കാമെന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുക. പിന്നെ അടുത്തതെന്ന് പറയുന്നത് നിങ്ങളുടെ ചിന്തകൾ ഡെവലപ്പ് ചെയ്യുക. നിങ്ങളുടെ സംസാരങ്ങൾ, ലൈക്ക് എന്നെക്കൊണ്ട് പറ്റില്ല, എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങൾ മാറ്റുക. ഒരു കംഫർട്ട് സോണിൽ നിന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ലൈക്ക് നിങ്ങൾ എന്തിലാണോ കംഫർട്ടായിരിക്കുന്നത് അതിൽ നിന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ അതിന് പുറത്തേക്ക് ഇറങ്ങുക. ഞാനിപ്പോൾ ചെയ്യുന്ന എൻ്റെ ലൈഫ് എക്സാമ്പിൾ എടുത്തിട്ട് ഞാൻ പറയാം. ഞാൻ അധികം സംസാരിക്കാത്ത
എൻ്റെ നാട്ടിലൊക്കെ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചറിയാം, ഞാൻ അധികം സംസാരിക്കാത്ത വളരെ ഇൻട്രോവേർട്ടറാണല്ലോ. ഞാനൊരു വീഡിയോ ഒക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും എൻ്റെ കൂട്ടുകാർക്കൊക്കെ എന്താ പറയുക, ഒരു അത്ഭുതമാണ്. ഞാനവിടെ നോക്കിയത് നന്നായിട്ട് സ്മോക്ക് ചെയ്യുന്ന ബിവറേജ് തുറക്കുമ്പോൾ രാവിലെ പോയി മദ്യപിച്ചുകൊണ്ടിരുന്ന ഞാൻ ഇപ്പോൾ വല്ലപ്പോഴൊക്കെ സ്മോക്ക് ചെയ്യും കേട്ടോ. മദ്യപാനം പാടെ നിർത്തിയത് ഫ്രണ്ട്ഷിപ്പ്, അതായത് അൺവാണ്ടഡായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പുകൾ നിർത്തിയത്, മറ്റ് പല കാര്യങ്ങളും നിർത്തിയത് ഈ ട്രേഡിങ്ങിന് വേണ്ടിയിട്ടാണ്. ഞാൻ അത്രയും സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഈ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് എൻ്റെ ലൈഫിനെ കൺവേർട്ട് ചെയ്തത്. ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നോ ആ കാര്യങ്ങളൊക്കെ ഞാൻ സ്റ്റോപ്പ് ചെയ്ത് എനിക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്ന കാര്യം ഏതാണോ അതിലേക്ക് ഞാൻ ഫോക്കസ് ചെയ്ത് എൻ്റെ ബ്രെയിനിലുണ്ടായിരുന്ന പ്രോസസ്സുകൾ, എൻ്റെ ബ്രെയിൻ എങ്ങനെയാണ് പ്രോസസ്സ് ചിന്തിച്ചുകൊണ്ടിരുന്ന ചിന്തകളെ മുഴുവൻ ഞാൻ എന്ത് ചെയ്തു, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് തിരിച്ചു. അങ്ങനെയാണ് മാർക്കറ്റ്. നിങ്ങൾ മാർക്കറ്റിലേക്ക് വരുന്ന ആളുകൾ എങ്ങനെ, നിങ്ങൾ ചിലപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായിരിക്കും. നിങ്ങൾ പൈസ എങ്ങനെ ഉണ്ടാക്കുന്നത്? രാവിലെ മുതൽ 9 to 5 ജോലി ചെയ്താണ് നിങ്ങൾ പൈസ ഉണ്ടാക്കുന്നത്. അങ്ങനെ പൈസ ഉണ്ടാക്കാൻ പറ്റൂ എന്നായിരിക്കും നിങ്ങളുടെ ചിന്ത. പക്ഷേ പൈസ വർക്ക് ചെയ്യുന്നത് അങ്ങനെയല്ല. ഇൻവെസ്റ്റ് ചെയ്ത് റിട്ടേൺ ഉണ്ടാക്കുക, ജോലി ചെയ്ത്. നിങ്ങളിപ്പോൾ എന്താ ചെയ്യുന്നത്? നിങ്ങളുടെ സമയം സെല്ല് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നു. ഞാനെന്താ ചെയ്യുന്നത്? എൻ്റെ സ്കില്ല്, എൻ്റെ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ഞാൻ പൈസ ഉണ്ടാക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം നിങ്ങൾക്ക് ജോലിക്ക് പോകും. അത് കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾക്കൊരു വരുമാനം ഉണ്ടാവില്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലൊരു ലൈഫ് ഉണ്ടാവില്ല. പണത്തെ പറ്റിയുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ മാറുക. പണം ഉണ്ടാക്കുന്നവർ മോശക്കാരാണ്, അല്ല ട്രേഡ് ചെയ്യുന്നവരെല്ലാം ഫ്രോഡുകളാണ്, ട്രേഡിംഗ് കോഴ്സ് വിൽക്കുന്നവരെല്ലാം മോശപ്പെട്ടവരാണെന്നല്ല. ഇവരൊക്കെ ട്രേഡിംഗ് കോഴ്സ് വിൽക്കുന്നതും ഞാൻ എൻ്റെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് പറയാം കേട്ടോ. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതും എൻ്റെ കംഫർട്ട് സോണിന് പുറത്തേക്ക് വരാനായിട്ടാണ് ഞാൻ ചലഞ്ച് ചെയ്യുന്നത്. ഞാനിപ്പോൾ കോഴ്സ് പഠിപ്പിക്കുന്നു, കുറേ ആളുകളെ ഞാൻ കോഴ്സ് പഠിപ്പിക്കുന്നുണ്ട്, സിഗ്നൽസ് കൊടുക്കുന്നുണ്ട്, ഞാൻ കോപ്പി ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് എൻ്റെ ട്രേഡിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, പ്ലസ് എനിക്കൊരു ഇൻകം കൊണ്ടുവരിക. ഞാൻ 4-5 വർഷം കഷ്ടപ്പെട്ട് ട്രേഡിങ് പഠിച്ച് ഞാനത് സെല്ല് ചെയ്യുന്നു, അതിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നു. അൾട്ടിമേറ്റ്ലി മാർക്കറ്റിൽ വന്നിരിക്കുന്നതിനാ പൈസ ഉണ്ടാക്കുക. ആ പൈസ ഉണ്ടാക്കാനുള്ള വഴികൾ ശരിയാണ്. പണം ഉണ്ടാക്കുക, അതാണ് ശരി. പണം ഉണ്ടാക്കുക, അതാണ് ശരി. അതിനുവേണ്ടി നമ്മൾ പണിയെടുക്കുക, നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ എനിക്ക് പൈസ വേണ്ട എന്നുള്ള ചിന്തയാണ് നിങ്ങൾക്കെങ്കിൽ, പൈസ കൊണ്ട് എന്തിനാ, ഇത്രയും പൈസ ഉണ്ടാക്കിയിട്ട് എന്തിനാ എന്നുള്ള ചിന്തകളാണ് നിങ്ങൾക്കെങ്കിൽ, നമുക്ക് ഒരിക്കലും സുഹൃത്തെ മാർക്കറ്റിൽ നിന്ന് ഒരു 5 പൈസ ഉണ്ടാക്കാൻ പറ്റത്തില്ല. മാർക്കറ്റിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ ഞാൻ ചിന്തിക്കുന്ന രീതിയിൽ ചിന്തിക്കുന്ന കുറേയധികം ആളുകളുണ്ടാവും. ക്യാഷ് ഫ്ലോ അങ്ങോട്ടേക്കായിരിക്കും. നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങളുടെ ഉള്ളിലേക്ക്, നിങ്ങളുടെ അടുത്തേക്ക് പൈസ വരുന്നതിനെ നിങ്ങൾ തടയുകയാണ് ചെയ്യുന്നത്. പൈസ മോശപ്പെട്ടൊരു വസ്തുവാണെന്ന് പറഞ്ഞ് നിങ്ങളതിനെ തടയുകയാണ് ചെയ്യുന്നത്. എന്നാൽ നിങ്ങൾക്ക് പൈസ വേണമെന്നല്ല. നിങ്ങളുടെ ചിന്താഗതി ഓപ്പോസിറ്റാണ്. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങളുടെ ചിന്താഗതികൾ മാറ്റുക. ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് അടിസ്ഥാനപരമായ കാര്യങ്ങൾ പഠിക്കുക. അതിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ ചിന്താഗതി മാറ്റുക. മാർക്കറ്റിന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാം. നിങ്ങൾ ഏത് മാർക്കറ്റിലാണ് ട്രേഡ് ചെയ്യുന്നത്, ആ മാർക്കറ്റിനെ പൊതു സ്വഭാവം നിങ്ങൾ മനസ്സിലാക്കുക, മുന്നോട്ട് പോവുക എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി.